ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ് നാളെ വരാൻ പോണത്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ച് അശ്വിൻ്റെ കൂടെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഡാൻസ് കളിക്കണം. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ എപ്പോഴും ഈ ശ്യാം ഇങ്ങനെ കയ്യിൽ കയറി പിടിച്ച കാര്യം കൂടി ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും ശ്രുതിനെ വന്നിട്ട് കൺഗ്രാസ് ചെയ്യാണ്. ഈ ശ്രുതി നല്ല സൂപ്പറായിരുന്നു, നിൻ്റെ ഇത്ര 4 പെർഫോമൻസിൽ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൈ കൊടുക്കുവാണ്. അശ്വിനും കൈ കൊടുക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു പറഞ്ഞിട്ട് അശ്വിനും കൈ കൊടുക്കുകയാണ്. അശ്വിനാണെങ്കിൽ ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അശ്വിനെ അങ്ങനെ നോക്കുന്നില്ല കേട്ടോ. അശ്വിൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ശ്രുതിനെ നോക്കുന്നത്. ശ്രുതി എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് തന്നോട് നന്ദി പറയുമെന്ന് അശ്വിൻ വിചാരിച്ചു. പക്ഷേ ശ്രുതി പറയുമെന്ന് പോലും ഇല്ല കേട്ടോ. അതിനുശേഷം ശ്രുതി റൂമിലേക്ക് പോകുമ്പോഴേക്കും അശ്വിനും കൂടെ പോകുന്നുണ്ട്. ശേഷം അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി സത്യം പറയട്ടെ, തന്നെ ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ സാരി ഈ കളർ തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴും ശ്രുതി ഒന്നും മിണ്ടത്തൊന്നുമില്ല. അങ്ങനെ കേട്ടിട്ട് അങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രുതി ഡ്രസ്സൊക്കെ മാറി സാധാരണ ഒരു ഡ്രസ്സ് എടുത്ത് ഇടുക കേട്ടോ. വീട്ടിലെത്തുന്ന ശ്രുതിയുടെ അടുത്ത് നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, നീ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അശ്വിൻ സായിറാമിനോടാണ്. നിനക്ക് ഈ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും ഈ പെർഫോമൻസ് നീ ജയിച്ചിട്ട് നിനക്ക് ആ നടരാജ വിഗ്രഹം കിട്ടിയതിനും കാരണമെല്ലാം അശ്വിൻ സാറാണെന്നൊക്കെ പറയണം. അപ്പം നിനക്ക് ഏറ്റവും കൂടുതൽ നീ കടപ്പെടേണ്ടത് അശ്വിൻ സാറിനോടാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, ഞാനൊന്നുമില്ല, എൻ്റെ പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ, അയാൾ എൻ്റെ കൂടെ കളിക്കാൻ പറഞ്ഞു, ആര് പറഞ്ഞു, അയാളത്ത് ഞാൻ പറഞ്ഞു കളിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ പ്രീതി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആ നടരാജ വിഗ്രഹം ഉണ്ടല്ലോ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അശ്വിൻ സാർ തന്നെയാണ് എന്നെ ഈ ഗെയിമിൽ ജയിപ്പിച്ചത്, അശ്വിൻ സാർ ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഡാൻസ് മത്സരത്തിൽ വിജയിക്കില്ലായിരുന്നു എന്നാൽ നടരാജ വിഗ്രഹം നോക്കിയിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ശ്രുതി പതിവ് പോലെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അവർ കീരിയും പാമ്പും പോലെ തന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇനി മുതൽ അശ്വിൻ്റെ ശ്രുതിയുടെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ഒരു ചിരിയോട് കൂടി തന്നെയാണ് അശ്വിൻ ശ്രുതിനെ നോക്കുകയുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.